കേൾപ്പിച്ചതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ അച്ചായൻ കൈലി കൊടുത്തിട്ടുണ്ട്, ഉടുപ്പില്ല. വായിക്കകത്ത് മുറുക്കാനുണ്ട്, പക്ഷേ നെഞ്ചത്ത് വലിയൊരു കുരിശുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കൗതുകത്തിൽ നിന്നുകൊണ്ട് ചോദിച്ചു, എന്നാ അച്ഛാ ഇത്രയും വലിയ കുരിശ് നെഞ്ചത്തിട്ടേക്കുന്നതെന്ന് ചോദിച്ചു. ഉപദേശിമാർക്കൊന്നും അറിയത്തില്ലയോ? എന്നാ അച്ഛാ കുരിശ് കണ്ടാൽ പിശാച് അടുക്കിയാലോ ഉപദേശി? അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ അച്ഛാ ഞാൻ ബൈബിള് മൊത്തം വായിച്ചിട്ടും അങ്ങനെ ഒരു വാക്യം ഇതുവരെ കണ്ടിട്ട്. ഇതെവിടെ അച്ഛാ ബൈബിളിലല്ല ഉപദേശി, സീരിയല്ലാന്ന്. സീരിയലില് പിശാച് വെള്ള സാരിയും വെള്ള ബ്ലൗസ് കൊടുത്ത് ചട്ടി പുകയുമ്പോൾ വെച്ച് പാട്ടും പാടി വരുമ്പോൾ അച്ഛൻ കുരിശെടുത്ത് അങ്ങോട്ട് കാണിക്കുന്നു, കുരിശിൽ നിന്ന് പ്രകാശം അങ്ങോട്ട് അടിക്കുന്നു, പിശാച് അലറിക്കൊണ്ട് ഓടുന്നു. ഇത് കണ്ടപ്പോൾ ഈ പാവപ്പെട്ടവൻ്റെ മനസ്സിൽ ചിന്ത കയറി, കുരിശ് കണ്ട പിശാച് അടുക്കുകയല്ല. നോക്കിയേ, പലരുടെയും മനസ്സിൽ അങ്ങനെ ഉണ്ട്. അപ്പം നമ്മൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുരിശിരിക്കുന്ന ഒരു സ്ഥലം ഞാൻ പറയട്ടെ, സെമിത്തേരി. മാർബിളിൻ്റെ കുരിശ്, ഗ്രാനൈറ്റിൻ്റെ കുരിശ്, തടിയുടെ കുരിശ്, സിമൻറ്റിൻ്റെ കുരിശ്, എല്ലാ കുരിശും ഇരിക്കുന്ന സ്ഥലമാണ് സെമിത്തേരി. അങ്ങനെയാണെങ്കിൽ പിശാചിൻ്റെ പൊടി പോലും ഇല്ലാത്ത സ്ഥലം ഏതായിരിക്കണം? കാര്യം ഇത്രയും കുരിശിരിക്കുക. പിന്നെ ദൈവത്തിൻ്റെ ശക്തി, വെളിച്ചം, പ്രകാശം ഇങ്ങനെ അടിച്ചു നിൽക്കുന്ന സ്ഥലം ഏതായിരിക്കണം? സെമിത്തേരി. അങ്ങനെയാണെങ്കിൽ അവിടെ ഇരുന്നല്ലേ കുർബാന കഴിക്കേണ്ടത്, സാന്നിധ്യം അവിടെ അല്ലേ? പോയാലോ? ഇനി പിശാചെന്ന് പറഞ്ഞാൽ വേറെ ചില ആളുകളുടെ ചിന്ത എന്താ? മരിച്ചു കഴിഞ്ഞ് വെള്ള സാരിയും വെള്ള ബ്ലൗസ് കൊടുത്ത് ചട്ടി പുകയും പുകച്ച് പാട്ടും പാടി കിണറ്റുവരെ വന്ന് എത്തി നോക്കുന്നതാണ് പിശാചെന്നാ ചിലരുടെ ചിന്ത. അതും കൂടെ അങ്ങ് തിരുത്തണം. മരിച്ച ആരുടെ ആത്മാക്കൾ ആരെയും ബുദ്ധിമുട്ടിക്കാൻ വരികയല്ല. ചുവന്ന ചുരിദാറിട്ടുകൊണ്ട് തൂങ്ങിച്ചത്ത പെണ്ണ് ചത്ത് കഴിഞ്ഞപ്പം വെള്ള സാരിയും പിന്നെ ദൈവം എന്നാ തുണിക്കച്ചവടം നടത്തുവാണോ വരുന്നവർക്കെല്ലാം വെള്ളം കൊടുത്തു വിടാൻ? അല്ല പിന്നെ അല്ല, എനിക്കിപ്പോഴും മനസ്സിലാകാത്ത വേറൊരു ചിന്ത പറയട്ടെ. ഈ ചത്തട്ട് വരുന്ന പ്രേതങ്ങളെല്ലാം യക്ഷികളെല്ലാം പെണ്ണുങ്ങളാണ്. അതിന് ആണുങ്ങളെ വിടാത്ത അവന്മാർ ചാകുന്നില്ലേ? ചാകുന്നല്ലോ, എത്ര എണ്ണം ചാകുന്നു? ചത്തുപോകുന്ന ആണുങ്ങളൊന്നും വരുന്നില്ല. പെണ്ണുങ്ങൾ പ്രതിഷേധിക്കണം, ഞങ്ങൾ എന്നാ യക്ഷികളാണോ എന്ന് ചോദിക്കണം. കാര്യം വരുന്നതെല്ലാം പെണ്ണുങ്ങളാന്നേ. ഇതൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം, തെറ്റിദ്ധാരണയൊക്കെ തിരുത്തണം. ഇതെല്ലാം ഈ സീരിയലുകാരുണ്ടാക്കി വെച്ച മെനയാണ്. അല്ലാതെ ഇതൊന്നും മരിച്ച ആരുടെ ആത്മാക്കൾ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കത്തില്ല. പിന്നെ മരിച്ചവരൊക്കെ എവിടെയാണെന്ന് ചോദിച്ചാൽ ഇച്ചിരി കഴിയട്ടെ, സമയമുണ്ടായി ബൈബിളിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കാം.